ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുള്ളത് ജർമ്മനിയിലെ തന്നെ ബാഡൻവൂർട്ട് സ്റ്റേറ്റിലുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിലാണ്. ടോട്ട്നാവിലാണ് ഇതുള്ളത്. അതെ, ബ്രിഡ്ജിന്റെ പേര് ടോട്ട്നാവ്. ബ്ലാക്ക് ഫോറസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ജർമ്മനിയിലെ ബാഡൻവൂർട്ട് സ്റ്റേറ്റിലുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാനാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ലൈൻ എന്നാണ് ഇത് പറയുന്നത്. ഇത് ഫ്രൈബുർഗിൽ നിന്ന് നമുക്കൊരു 45 മിനിറ്റ്സോളമാണ് ട്രാവലിംഗ് ഉള്ളത് ഇവിടേക്ക് എത്താനായിട്ട്. ടോട്ട്നാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫ്രൈബുർഗിൽ എത്തിയതിനു ശേഷം ക്രിസാട്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണം. അവിടുന്ന് നമുക്ക് ബസ്സിൽ ഒരു 25-30 മിനിറ്റ്സിൽ നമുക്ക് ഇവിടേക്ക് എത്താവുന്നതാണ്. അതെ, നമുക്ക് കാർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഏകദേശം 12 യൂറോ ആണ്. സ്കാനാകും. സ്കാൻ ചെയ്യുന്നത് തെറ്റിപ്പോയി. അതോട് തന്നെ ഞാൻ അടുത്ത 2022 ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. 2023 ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. 2023 തന്നെ ഇത് ഓപ്പണായി പബ്ലിക്കിന് വേണ്ടി. ഇതാണ് ഇതിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സമ്മർ ടൈം ആകുമ്പോഴും ആണ് വ്യൂസ് കുറച്ചും കൂടി അടിപൊളിയാവും. ഏകദേശം മരങ്ങളെല്ലാം ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഗ്രീനറി ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടുത്തെ ടോട്ട്നാവ് വാട്ടർഫോളിൻ്റെ ഒരു വ്യൂ കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോഴാണ് അവിടെയായിട്ടാണ് നമ്മുടെ വാട്ടർഫാൾസ് ഉള്ളത്. താഴെ വീഡിയോയ്ക്കകത്ത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇച്ചിരി കൂടി അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 100 മീറ്റർ നടന്നു തോന്നുന്നു അല്ലേ? നല്ലപോലെ ആടുന്നുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? അടിപൊളി. പക്ഷെ വന്ന ക്ലൈമറ്റ് കുറച്ചും കൂടി സമ്മറായിട്ട് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ വാട്ടർഫോൾ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 450 മീറ്റർ ആ അറ്റത്തുനിന്ന് നമ്മൾ ഈ അറ്റം വരെ 450 മീറ്റർ ഏകദേശം നടന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വൈകിട്ട് 4:30 വരെയാണ്. ഇപ്പം ഇത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ വിന്റർ ടൈമിംഗ് ആണ്. സമ്മറി വേറെ ടൈമിംഗ് ആണ്. ഏപ്രിൽ 1 മുതലാണ് ടൈം ഇത് മാറുന്നത്. അപ്പം എനിക്ക് ഇപ്പൊ 4:30 വരെയുള്ള ഈവനിങ്, അതിന് പകരം രാത്രി 8:30 വരെ ഇതിന്റെ ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ 4:30 ആകുമ്പോൾ ഇതെന്താ ക്ലോസ് ആകും? 4:30 ആകുമ്പോൾ ഇത് ക്ലോസ് ആകും. അതായത് ഈ പാലം പൊളിച്ച് താഴെ ഇടുവോ? അയ്യോ, 4:30 ആകുമ്പോ ആ എൻട്രി അടയ്ക്കും. അത് സമ്മർ ആവുക. അത് ഒരുവിധം എല്ലാ അഡ്വഞ്ചർ സ്പോട്ടും ഇതുപോലാണ്. സമ്മർ ടൈമിലും വിന്റർ ടൈമിലും പ്രത്യേക ഇതാണ്, ടൈമിംഗ് ആണ്. നമ്മൾ ഈ ആദ്യമായിട്ടൊക്കെ വീഡിയോ എടുക്കുകയായതുകൊണ്ട് ആൾക്കാരൊക്കെ ഓപ്പോസിറ്റ് വരുമ്പോൾ എന്തോ ഒരു ഇതുപോലാണ്. അത് പയ്യെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവര് നമ്മളെ കാണുമ്പോൾ ഒരു ചിരിയും ചിരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും തിരിച്ചു പോയിട്ട് അപ്പുറത്തൊരു എൻട്രൻസ് ഉണ്ട്. അതിൽ ചെന്നിട്ട് വേണം നമുക്ക് വാട്ടർഫോൾസിന്റെ അവിടോട്ട് ചെല്ലാനായിട്ട്. നമുക്ക് വാട്ടർഫോളിന്റെ താഴോട്ട് പോകാൻ പറ്റും. താഴോട്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ താഴോട്ട് നടക്കുകയാണ്.
എങ്ങനെയുണ്ട് നടക്കുമ്പോൾ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ടോ? നല്ലോണം ഉണ്ട്. മിക്കവാറും നീ ആയിരിക്കും വീഴാൻ പോലെ വെച്ച്. ഞാൻ വീഴത്തില്ല നമ്മളെ. നമ്മൾ കുറച്ച് മുമ്പ് ഇവിടെ ആയിരുന്നല്ലോ, നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്നായിരുന്നു നമ്മൾ വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി അടുത്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് താഴെ നമുക്ക് താഴെ കുറേ നടക്കണം. അവൾ നടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞാനിങ്ങനെ കുറേ പിടിക്കുന്നു. അവൾ പിന്നെ ഷടവടയെന്ന് അങ്ങ് പോകും. ഞാനിങ്ങനെ പുറകിലോ പയ്യെ ഓടി പിടിക്കണം. അയ്യോ അയ്യോ അയ്യോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. ആ മേളിൽ നിന്ന് നടന്നു വന്നപ്പം ഒരു വീഴാനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം ഓക്കെ ആണല്ലേ, ഇപ്പോൾ കുഴപ്പമില്ല. ഇനി ഇത് തിരിച്ചു കയറണമല്ലോ. അതെ, നമ്മൾ അതിഘോരമായ വനത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുക. നടന്നിങ്ങനെ ചെല്ലുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മേളിൽ നിന്നുള്ള വ്യൂ അല്ലാതെ നമുക്ക് താഴോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റും. ഇന്നത്തെ ഇത് വെച്ചിട്ട് ഞങ്ങൾ താഴോട്ട് പോകാൻ തൽക്കാലം ഒരു വലിയ പ്ലാനൊന്നും ഇല്ല. ഇനി ചെല്ലുമ്പോൾ അവിടുത്തെ വ്യൂ വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അല്ല, അതൊക്കെയാണ് കണ്ടിട്ട് കുറേ പേര് നടന്നു പോകുന്നുണ്ട്. എടി പായൽ കണ്ടോടി, പാറകൾ മൊത്തം പായൽ. അത് ഈ വെള്ളമില്ലേ, വെള്ളത്തിൻ്റെ ഈ ഫ്ലോ കാരണം ഇവിടെ നമുക്ക് അവിടെയൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. വെള്ളം ഇങ്ങനെ മറ്റേ ഉറവ പോലെ വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു 70% മരങ്ങളും ഉണങ്ങി നിൽക്കുകയാണ്. ഇനിയിപ്പം പയ്യെ പയ്യെ ഇലകൾ വരാൻ തുടങ്ങി. പയ്യെ പയ്യെ മരത്തിന്റെ പേരാകട്ടെ. ആന്നു മരത്തിന്റെ പേര്. പിന്നെ മരത്തിന്റെ പേര് കണ്ട പിന്നെ പറയണ്ടേ. ഒരു ഉച്ചരയൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ആൾക്കാരെല്ലാം വരുന്നത്. പിന്നെ 2 മണി. അപ്പോൾ വൈകിട്ടാകുമ്പോൾ നല്ല ആളുകളാണ്. ഇവക്കും കയറാൻ വയ്യ, എനിക്കും കയറാൻ വയ്യ. പക്ഷെ തളർന്ന് നടക്കുന്നത്. പക്ഷെ നോക്ക് നിങ്ങൾ, 10-95 വയസ്സുള്ള അമ്മച്ചി വന്നുണ്ടോ? അതാണ്, നമുക്കൊന്നും പവറില്ല. എനിക്ക് പവറില്ല. ഗൈസ്, നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുമായിരുന്നു. 2 hours ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതുണ്ടല്ലോ, ഇതാണ് നമ്മൾ ഇവിടെയൊക്കെ പാർക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരത്ത് പാർക്ക് ചെയ്യുമ്പോഴും അവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എത്ര ടൈം അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഏരിയ വെച്ച് ഇവിടെ 2 മണിക്കൂർ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 1 മണിക്ക് ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ ഇതിൽ 1 മണി എന്നുള്ളത് സെറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് 2 hours എക്സ്റ്റെൻഡ് ആവുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി ഇവിടെ എടുക്കണം, ഇല്ലെങ്കിൽ ഫൈൻ വീട്ടിൽ വരും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്.
ഈ വീഡിയോയ്ക്കകത്ത് എനിക്കറിയാം ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. മെയിനായിട്ട് വോയിസിന്റെ പ്രശ്നം, പിന്നെ എങ്ങനെയാണ് എന്താണ് സംസാരത്തിന്റെ രീതികൾ നമുക്കറിയത്തില്ല, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. മെയിനായിട്ട് വ്ലോഗ് എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ട് മെയിനായിട്ട് വ്ലോഗ് തുടങ്ങാഞ്ഞതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതാണ്. അല്ലാതെ സംസാരിക്കുക വീഡിയോയ്ക്കകത്ത് വന്ന് എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് പറയേണ്ടത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ നിനക്ക് കുറച്ചറിയാൻ തോന്നുന്നു അല്ലേ? അപ്പം അടുത്ത വീഡിയോസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് കൂടുതൽ അടിപൊളിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അതെ, താങ്ക്സ്.